Thank you, friends, for joining in this live. Thank you for watching. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ആണ് നമ്മൾ ചിന്തിക്കുന്നത്. പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ അദ്ദേഹം അവതരിപ്പിച്ച ആശയങ്ങളെ തികച്ചും വിപരീതമായി മനസ്സിലാക്കുന്ന പ്രവണതകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത പൗലോസ്ലീഹ എന്ന വ്യക്തിയെ മനസ്സിലാക്കുന്നത് ഇതിന് വളരെ പ്രധാനപ്പെട്ട, വളരെ സഹായം ചെയ്യുന്ന ഒരു കാര്യമാണ്. പൗലോസിന്റെ ജീവിതത്തെ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹിസ് കൺവേർഷൻ. പൗലോസ്ലീഹായുടെ രൂപാന്തരം. പൗലോസ്ലീഹ മാനസാന്തരപ്പെട്ട് നമുക്കറിയാം, ദമസ്കസിന്റെ പടിവാതിൽക്കൽ വെച്ച് ആസ് എ പെർസിക്യൂട്ടർ, ക്രിസ്തീയ സഭയെ ഉപദ്രവിക്കുന്നവനായി പൗലോസ് ക്രൂരത്വം നിശ്വസിച്ചുകൊണ്ട് സഭകളെ ഉപദ്രവിച്ചും വിശ്വാസികളെ വലിച്ചഴച്ചും കോൽക്കാരെ ഏൽപ്പിച്ചും പലരെയും മർദ്ദിച്ചും ചിലരെയൊക്കെ കൊന്നുമുടിച്ചുമൊക്കെ മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഇവിടെ പൗലോസ്ലീഹയെ സംബന്ധിച്ച് പൗലോസ്ലീഹയുടെ വ്യക്തിപരമായ ജീവിതത്തെ മനസ്സിലാക്കുമ്പോൾ ഓട്ടോബയോഗ്രഫി, പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ തന്നെ നമുക്ക് വളരെയധികം പോയിന്റ്സ് നമുക്ക് കാണാൻ പറ്റും. അതിലൊരു ഭാഗമാണ് പൗലോസ്ലീഹ തന്നെപ്പറ്റി തന്നെ വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ഗലാത്യക്കാർക്ക് എഴുതുന്ന ലേഖനം 1-ാം അധ്യായത്തിലാണ്. അതായത് ഗലാത്യ ലേഖനത്തിന്റെ ആമുഖം. അത് എഴുതി വരുമ്പോൾ പൗലോസ് പറയാണ്, എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദാ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. ആൻഡ് പ്രൊഫിറ്റഡ് ഇൻ ദ ജൂസ് റിലീജിയൻ above many equals in my own nation, being more exceedingly zealous of the traditions of my fathers. ഇവിടെ 3 കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഒന്ന്, ജൂയിഷ് റിലീജിയൻ, ജുദായിസം. ഇത് ഈ പുതിയ നിയമത്തിൽ നമ്മൾ എൻ്റെ അറിവ് നമ്മൾ ഇവിടെ മാത്രമാണ് ഇത് കാണുന്നത്, ജൂയിഷ് റിലീജിയൻ എന്ന് എടുത്തു പറയുന്നത്, ജുദായിസം. 2, അവിടെ പറയാണ് പിതാക്കന്മാരുടെ പാരമ്പര്യം, പിതൃപാരമ്പര്യം. പിന്നെ പറയുകയാണ് സെലസ്. അതിന് നമ്മുടെ മലയാളത്തിൽ അതിന് എരിവ് എന്നാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത്. സെലസ്, സീൽ. സീൽ എന്ന ഒരു പദമുണ്ട്. പിന്നെ ജുദായിസം എന്ന ഒരു പദമുണ്ട്.
ജുദായിസം. പിന്നെ നമ്മൾ കാണുന്നത് പിതാക്കന്മാരുടെ പാരമ്പര്യം. അപ്പൊ യഹൂദ മതത്തിൽ അധികം ശക്തമായി നടന്ന ഒരു മനുഷ്യനാണ് പൗലൂസ് എന്നും താൻ തന്റെ മതത്തെക്കുറിച്ചുള്ള എരിവിൽ സഞ്ചരിച്ചു എന്നും പൗലോസ് ശ്ലീഹ അവിടെ പറയുകയാണ്. അപ്പൊ അവിടെ പറയുന്നത് ഈ യഹൂദ പാരമ്പര്യത്തിൽ താൻ നടക്കുമ്പോ ആ നടപ്പിൽ താൻ വലിയ എരിവുള്ളവനായിരുന്നു. അപ്പൊ അതേക്കുറിച്ച് പറയുന്നത്, യഹൂദ മതത്തിലെ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. For you have heard of my conversation in time past in the Jewish religion. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എന്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം വെരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും എന്ന് പറഞ്ഞാൽ ഈ സമപ്രായക്കാരായ ആളുകളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ചിന്തിക്കുകയും പഠിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് പഠിക്കുകയും പ്രവർത്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് പ്രവർത്തിക്കുകയും അങ്ങനെ എല്ലാ അർത്ഥത്തിലും തികഞ്ഞ ഒരു മതഭ്രാന്തനായിരുന്നു താൻ എന്ന് സാക്ഷ്യപ്പെടുത്തുക. അതാണ് എരിവേറിയ മതഭക്തൻ, മതത്തോടുള്ള ഭക്തി. നമ്മൾ ലൈഫ് ഓഫ് പോള് പഠിച്ചാല് ഞാൻ ഏറ്റവും സൂക്ഷ്മമായി ഏറ്റവും താല്പര്യത്തോടെ പഠിച്ചിട്ടുള്ള ഒരു ജീവിതമാണ് പൗലോസ് ശ്ലീഹായുടെ. പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തെ പറ്റി എത്ര പറഞ്ഞാലും നമുക്ക് തീരത്തില്ല. അത്രമാത്രം പൗലോസ് ശ്ലീഹായുടെ ജീവിതം, അതായത് ലൈഫ് ആൻഡ് ഡോക്ട്രിൻ ഓഫ് പോൾ. അപ്പൊ പൗലോസ് ശ്ലീഹ ഇവിടെ പറയുകയാണ് താന് വലിയൊരു തീവ്രവാദിയായിരുന്നു, മത തീവ്രവാദിയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം വാക്കുകളാണ് നമ്മളിപ്പോൾ വായിച്ചത്. എന്താണ് ഈ തീവ്രവാദം? സീൽ എന്ന് നമ്മൾ അവിടെ പൗലോസ് ശ്ലീഹ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് സീൽ, എരിവ്. സീൽ ഓഫ് ഇസ്രായേൽ. നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ ചില ഉദാഹരണങ്ങൾ ഈ സീലിന് ഞാൻ പറയാം. സീലിന്റെ ഹീറോസ് ഉണ്ട്. ഈ സീല് മുൻകാലങ്ങളിൽ ഈ സീല് കാണിച്ച ആളുകളുടെ, ഈ എരിവ് കാണിച്ച ആളുകളുടെ ഉദാഹരണങ്ങൾ ഇപ്പൊ നമുക്കത് എല്ലാ മതത്തിലും എല്ലാ സംസ്കാരത്തിലും അല്ലെങ്കിൽ എല്ലായിടത്തും തന്നെ കാണാൻ പറ്റും. സീൽ. ഓരോ കമ്മ്യൂണിറ്റിയും ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ആ കമ്മ്യൂണിറ്റിയുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളെ എപ്പോഴും ഓർക്കും. അത് പ്രത്യേക ഒരു രീതിയിലാണ് അവർ അനുസ്മരിക്കപ്പെടുന്നത്. ആ കമ്മ്യൂണിറ്റിയുടെ ഡിസ്റ്റിങ്റ്റീവ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പോരാടിയിട്ടുള്ളവർ. നമുക്കറിയാം മലങ്കരയിലെ ഓരോ സഭാവിഭാഗങ്ങളും അവരുടെ കമ്മ്യൂണിറ്റിയുടെ ഡിസ്റ്റിങ്റ്റീവ്നെസ്സിന് വേണ്ടി പോരാടിയവരെയൊക്കെ അനുസ്മരിക്കുന്നതൊക്കെ വലിയ വികാര വായ്പയോടെ, തീവ്രതയോടെ ഒക്കെയാണ്. അപ്പൊ ബൈബിൾ നമ്മൾ നോക്കുമ്പോൾ ജുദായിസത്തിന്റെ ചരിത്രം നമ്മൾ ബൈബിളിലൂടെ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശിമയോനും ലേവി ഒരു ഉദാഹരണം വേണേ നമുക്കെടുക്കാം. ശിമയോനും ലേവി തങ്ങളുടെ പെങ്ങളായ ദീനായെ മാനഭംഗപ്പെടുത്തിയ ഷെഖേമിനെ കൊന്നൊടുക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ മാനം കാക്കാൻ വേണ്ടിയാണ്. ദുരഭിമാന കൊല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ അടുത്ത കാലത്ത് പത്രത്തിൽ കാണുന്ന ഒരു പ്രയോഗമാണ്. ഇപ്പൊ ഷെഖേമിലുള്ള ഒരു ചെറുപ്പക്കാരൻ തങ്ങളുടെ സഹോദരിയായ ദീനായെ ബലാത്സംഗം ചെയ്യുന്ന ഒരു രംഗമാണ് ബൈബിളിൽ കാണുന്നത്.
പിന്നീട് അവരവളെ വിവാഹം കഴിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അവര് ഇസ്രായേൽ മതം സ്വീകരിക്കാൻ വേണ്ടി, അല്ലെ ഈ യഹൂദ മതം സ്വീകരിക്കാൻ വേണ്ടി അവരൊക്കെ പരിച്ഛേദന ഏൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇവര് പോയി അവരെ എല്ലാം പിന്നെ കൊന്നു കളയുന്നുണ്ട്, കൂട്ടക്കുരുതി നടത്തുന്നു. നിങ്ങൾക്ക് അത് വായിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 34 അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് ആ സ്റ്റോറി വായിക്കാം. അതൊരു എക്സാമ്പിളാണ്, സീലിന്റെ എക്സാമ്പിളാണ്. ഞാൻ എന്താണ് സീൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ആ എക്സാമ്പിൾ പറഞ്ഞത്. അപ്പം ശിമയോന്റെ ലേവിയുടെയും പ്രതികാരം, പിന്നീട് ശിമയോന്റെയും ലേവിയുടെയും വാളിനെ ഇസ്രായേലിന്റെ കീർത്തനങ്ങളിൽ പ്രകീർത്തിക്കുന്നുണ്ട്. ശിമയോന്റെ ലേവിയുടെയും വാൾ എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രസക്തിയുള്ള. പിന്നെ ലേവിയുടെ വാൾ ആദ്യം ശെഖേമിനെ സംഹരിച്ച വാളാണ്. ശെഖേമിനെ സംഹരിച്ച ലേവിയുടെ വാള് പിന്നീട് നിങ്ങൾക്കറിയാം സ്വന്തം സഹോദരന്മാരെ സംഹരിക്കുന്നുണ്ട്. അപ്പൊ സീലിന്റെ ഒരു പ്രത്യേകതയാണ്. സീൽ എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഇത് പറഞ്ഞത്. ഇസ്രായേലിന്റെ ഈ സീലിന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഹീറോ എന്ന് പറഞ്ഞാൽ ഫീനഹാസ് ആണ്. ഫീനഹാസ്. അത് സംഖ്യാപുസ്തകം 25 അധ്യായത്തിൽ ആ ചരിത്രമുണ്ട്. നിങ്ങൾ അത് നോക്കുമ്പോൾ ഒരു മിദ്യാനിയ യുവതിയെയും കൊണ്ട് കൂടാരത്തിലേക്ക് കയറി പോകുന്ന ഒരു ഇസ്രായേൽ യുവാവിനെ കാണുമ്പോൾ ഈ അന്യജാതിക്കാരത്തിയുമായിട്ടുള്ള ബന്ധം, നമ്മുടെ പ്യൂരിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി, അതിനെ വഷളാക്കുകയാണ്. അപ്പൊ അതിനെതിരെ ഒരു ഉറച്ച സ്റ്റാൻഡ് എടുക്കുകയാണ്. നമ്മൾ അന്യമതത്തിൽപ്പെട്ടവരെ അന്യജാതിക്കാരുമായിട്ടുള്ള ബന്ധം പാടില്ല, നമ്മുടെ കമ്മ്യൂണിറ്റി അങ്ങനെ നിൽക്കണം. അപ്പോൾ ഇതിൽ വലിയ ആവശ്യം കയറിയ ഈ ഫിനഹാസ് ഒരു ജാവലിൻ ത്രോ എടുത്ത്, ജാവലിൻ ത്രോ അല്ല ആക്ച്വലി ഒരു കുന്തം, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു, ഒറ്റ ഏറ് കൊടുക്കുകയാണ്. അപ്പൊ ഇവന്റെ ശരീരം തുളച്ച് ആ ജാവലിൻ അവളുടെ ശരീരം തുളച്ച് എന്ന് പറഞ്ഞാൽ ഒറ്റ കുന്തത്തിൽ രണ്ടുപേരും തൂങ്ങിക്കിടന്നു. ഒറ്റ ഏറിന് രണ്ടുപേരെ കൊന്നു. 2 കുന്തം കൊണ്ടല്ല, ഒറ്റ കുന്തത്തിൽ. അത് സീലായിട്ടാണ് പറയുന്നത്. ഇറ്റ് വാസ് കൺസിഡേർഡ് ആസ് ആൻ അറ്റോൺമെന്റ്. അവിടെ ഒരു ബാധ ഉണ്ടായിരുന്ന ബാധ നിന്നു എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. ഒരു പ്രായശ്ചിത്ത ബലി ആയിട്ട് ആ 2 പേർ കുരുതി കൊടുക്കപ്പെട്ടു. അറ്റോൺമെന്റ്. പിന്നെ നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു ആളുണ്ട് ഈ സീലിന്റെ ഉദാഹരണത്തിന്. സീലിന്റെ ഉദാഹരണത്തിന് ഏലിയാവ്. നമുക്കറിയാം, കർമ്മേലിന്റെ മുകളിൽ എത്രയോ പേര്, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 18-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ആഹാബും ഇസബേലും ഒക്കെ മറ്റ് മതങ്ങളും ആശയങ്ങളും ഒക്കെ ആയിട്ട് മിക്സപ്പ് ചെയ്യുന്ന സമയത്ത് ഇസ്രായേലിന്റെ യഹോവ ആരാധനയുടെ ഡിസ്റ്റിങ്റ്റീവ്നെസ് ആൻഡ് ഹോളിനെസ് ആൻഡ് ഇറ്റ്സ് പ്യൂരിറ്റി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി വലിയൊരു കുരുതി നടത്തുന്ന നമുക്ക് കാണാൻ പറ്റും. 2 രാജാക്കന്മാർ 10-ാം അധ്യായത്തിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സീൽ നിമിത്തമായി ഒത്തിരി പേരെ കൊല്ലുന്നത്. അപ്പൊ ഇതാണ് സീലിന്റെ ഒരു പ്രത്യേകത. സീൽ എന്ന് പറഞ്ഞാൽ സീലുള്ള ആളുകളെയാണ് സെലറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് എരിവുകാരനായ ശീമോൻ നമ്മൾ പുതിയ നിമിത്തിൽ കാണുന്നുണ്ട്. എരിവുകാരനായ ശീമോൻ എന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ എന്തോ മുളക് കടിച്ച് എരിച്ചോണ്ട് നടന്നു എന്നല്ല, തീവ്രവാദിയായ മതതീക്ഷ്ണതയുള്ള എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ സീലിന് 3 ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾ ആ സീൽ എന്താണ്? ഒന്നാമത്തെ സീൽ എന്ന് പറഞ്ഞാൽ ഒരു അൺകണ്ടീഷണൽ കമ്മിറ്റ്മെന്റ് ആണ്. അതായത് തൻ്റെ ഗോത്രത്തിന്റെ അല്ലെങ്കിൽ തൻ്റെ കമ്മ്യൂണിറ്റിയുടെ ആ ഡിസ്റ്റിങ്റ്റീവ്നെസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു അൺകണ്ടീഷണൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വ്യവസ്ഥാരഹിതമായ, ഉപാധിരഹിതമായ ഒരു സമർപ്പണമാണ്. തൻ്റെ സമൂഹത്തിന്റെ, തൻ്റെ സമുദായത്തിന്റെ ആ വ്യതിരിക്തതയും അസ്തിത്വവും
അതിൻ്റെ എന്നാ അതിന് പറയുന്നേ, ഒരു വിശുദ്ധി എന്ന വാക്ക് പോസിറ്റീവാണ്, നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. തനിമ നിലനിർത്തേണ്ടതിന് വേണ്ടി പോരാടുന്നത്, അതിനെയാണ് സീൽ എന്ന് പറയുന്നത്. സമുദായത്തോടുള്ള ആ ഒരു എരിവ്. അപ്പൊ ദൈവത്തോടുള്ള ആ സമൂഹത്തിന്റെ പ്രതിബദ്ധതയും വിശ്വസ്തതയും സമർപ്പണവും മലിനപ്പെടുത്തുന്നതോ ദുർബലപ്പെടുത്തുന്നതോ ആയ ബാഹ്യമായ ശക്തികളെയോ വ്യക്തികളെയോ ആശയങ്ങളെയോ ചെറുക്കുക, പ്രതിരോധിക്കുക, അതിനെ നിർമൂലമാക്കുക തുടങ്ങിയ ആശയങ്ങളിൽ അധിഷ്ഠിതമായി പരിപൂർണമായി സമർപ്പിക്കപ്പെടുക. ഇതാണ് ഈ സീല് എന്ന് പറഞ്ഞാൽ. അതിനുവേണ്ടി അവന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുക. റിലീജിയസ് ആയും നാഷണലായും, അതായത് റിലീജിയസ് ആയും ജിയോഗ്രഫിക്കലായിട്ടുമുള്ള ബൗണ്ടറീസിനെ കാത്തു സൂക്ഷിക്കുക, അതിരുകൾ. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്ക മതിൽ കെട്ടണം എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മതിൽ കെട്ടി അടച്ച് തങ്ങളുടെ സമുദായത്തെ അല്ലെങ്കിൽ സമൂഹത്തെ സംരക്ഷിക്കുക, അതിന്റെ എല്ലാത്തരം ഐഡന്റിറ്റിയും കീപ്പ് ചെയ്യുക. ഇതിനാണ് സീൽ എന്ന് പറയുന്നത്. ഒന്ന്, സീലിന്റെ ഒന്നാമത്തെ ഫീച്ചറാണ്. രണ്ടാമത്തെ ഫീച്ചർ, ഇത് ബൈ ഫോഴ്സ് നടപ്പാക്കാനുള്ള ഒരു സന്നദ്ധതയാണ്. ബൈ ഫോഴ്സ്, ആശയതലത്തിൽ മാത്രമല്ല, ബൈ ഫോഴ്സ് ഇത് നടപ്പാക്കാനുള്ള റെഡിനെസ് ആണ്, സന്നദ്ധതയാണ്. ഈ സീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അപ്പൊ കൂട്ടക്കുരുതിയോ കൂട്ടക്കശാപ്പോ ഒക്കെ നടത്തേണ്ടി വരും. അങ്ങനെ നടത്തേണ്ടി വന്നാലും കൈ വിറക്കില്ല, കൊന്നുകളയും. യുദ്ധമെങ്കിൽ യുദ്ധം, കൊലപാതകമെങ്കിൽ കൊലപാതകം, കൊല്ലപ്പെടാനും തയ്യാറാകും, മരിക്കാനും കൊല്ലാനും തയ്യാറാകുക, കൊല്ലാനും ചാകാനും തയ്യാറാകുക. അതാണ് സീലിന്റെ ഒരു പ്രത്യേകത. മൂന്നാമത്, ഈ സീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞു, ഭൂമിശാസ്ത്രപരമായും മതപരമായും അതിർത്തികളെ സംരക്ഷിക്കുക, ആ സമുദായത്തിന്റെ തനിമയെ വ്യതിരിക്തതയെ കാത്തു സൂക്ഷിക്കുക, അതിന്റെ പരമ്പരാഗതമായ സമ്പ്രദായങ്ങളോടും രീതികളോടും ഇടകലർന്നു വരാൻ സാധ്യതയുള്ള ബാഹ്യമായ ശക്തികളാകട്ടെ, ആശയങ്ങളാകട്ടെ, വ്യക്തികളാകട്ടെ, അതിനെയൊക്കെ പ്രതിരോധിക്കുക. അതൊന്ന്. രണ്ട്, അതിനെ കായികമായി തന്നെ അപ്ലൈ ചെയ്യുക, എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ് ചെയ്യുകയാണ്. മൂന്നാമതായി, പുറത്തു നിന്നുള്ള ബാഹ്യ ശക്തികളെ മാത്രമല്ല, സമൂഹത്തിനുള്ളിൽ തന്നെ ഈ സമുദായത്തിന്റെ ഡിസ്റ്റിങ്റ്റീവ്നെസ്സിനെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ അമർച്ച ചെയ്യുക, ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുക. എന്ന് പറഞ്ഞാൽ സ്വന്തം കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിലും കൊന്നുകളയുക. ആണ് ഈ സീൽ എന്ന് പറയുന്നത്. അളിയനാണോ മച്ചാനാണോ അമ്മാച്ചനാണോ, വളരെ കുപ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട്, ഒരു ക്ലിപ്പുണ്ട്. എൻ്റെ ആ ക്ലിപ്പുണ്ട്, നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കണ്ടുള്ള ഈ അബ്ദുൽ നാസർ മാദനി നടത്തിയൊരു പ്രസംഗമുണ്ട്. വളരെ വളരെ കുപ്രസിദ്ധമാണ് ആ പ്രസംഗം. എന്ന് പറഞ്ഞാൽ, നമ്മുടെ മതത്തിനെതിരായിട്ട് വരുന്നവൻ സ്വന്തം അപ്പനാണെങ്കിലും ആദ്യം അവന്റെ തല തെങ്ങിന് മുകളിലൂടെ പോണം, വെട്ടിക്കളയണം, അപ്പനാണെങ്കിലും. അപ്പം അപ്പൻ, അമ്മ, പെങ്ങൾ, അനുജൻ, അങ്ങനെയുള്ള ബന്ധങ്ങൾക്കല്ല പ്രാധാന്യം, മറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളും മുഹമ്മദിലുള്ള വിശ്വാസവുമാണ് ഏറ്റവും പ്രധാനം. അതിനെതിരായിട്ട് വരുന്നവൻ ആരായിരുന്നാലും, അത് പഴയ മുഹമ്മദിന്റെ കാലത്ത് മുഹമ്മദിനെതിരായിട്ട് സംസാരിച്ച ഒരുത്തനെ അവന്റെ സ്വന്തം മകൻ വെട്ടിക്കൊല്ലുന്നതായിട്ടൊക്കെ ഉണ്ട്, അവരുടെ ചരിത്രങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ചോണ്ട് ഈ മദനിയുടെ ഒരു പ്രസംഗമുണ്ട്, അത് സീലാണ്. സീലിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് അബ്ദുൽ നാസർ മാദനി. നമുക്കറിയാം, ഇന്ത്യയിലെ നമ്മുടെ ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ ഓർത്തഡോക്സ് സഭയിൽ ചില ആളുകൾ സീലിന്റെ ഉദാഹരണമായിട്ട് എടുത്ത് കാണിക്കാറുണ്ട്. ചില മെത്രാച്ചന്മാർ വളരെ ശക്തമായിട്ട് നിന്നു. അപ്പൊ അവരെ പറ്റിയൊക്കെ പൊഴുത്തുകയും പുസ്തകങ്ങളൊക്കെ ആണ്. പിന്നെ അതിനെ കായികമായിട്ടല്ല, ആശയപരമായിട്ട്. അപ്പൊ സീൽ എന്ന് പറഞ്ഞ ഇത് മൂന്നും ഉണ്ട്. 3 ഫീച്ചേഴ്സും കൂടെ ചേരുമ്പോഴാണ് ഈ സീൽ വരുന്നത്. അപ്പൊ യഹൂദം എന്നെ സീൽ സെലറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നുമാണ്. അപ്പൊ നിങ്ങൾ ഇനി അതിനകത്ത് പൗലുസ്ലിയ പറയാണ്, ഞാൻ എരിവുള്ളവനായിരുന്നു, ഐ വാസ് വെരി സെലസ് എന്ന്. ഇത് മൂന്നും ഉണ്ട്, പൗലുസിന്റെ ജീവിതത്തിൽ കാണാൻ പറ്റും. അദ്ദേഹം പുറത്തുള്ളവരെ എതിർത്തു, അതിർത്തികളെ സൂക്ഷിച്ചു, അതിനുവേണ്ടി കായികമായി തന്നെ രംഗത്തിറങ്ങി, അകത്തുള്ളവരെയും എതിർത്തു. കാരണം സ്വന്തം ആളായിരുന്നല്ലോ സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ കല്ലെറിയുന്നവരുടെ വസ്ത്രം സൂക്ഷിച്ചിരുന്നത്
നമ്മുടെ പൗലോസ് സ്ലീഹയാണ്. അതാണ് സീലിന്റെ ഒരു ഉദാഹരണം. അതുകൊണ്ടാണ് എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു വന്നു. പൗലോസ് സ്ലീഹയുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ കുന്തം കൊണ്ട് ഇങ്ങനെ എറിയുന്ന ഫീനഹാസും വാളെടുത്ത് വെട്ടുന്ന ലേവിയും ശിമിയോനും, അല്ലെങ്കിൽ വാളുകൊണ്ട് ബാലിന്റെ പ്രവാചകരെ കൊല്ലുന്ന ഏലിയാവും ഒക്കെയാണ് തന്റെ മനസ്സിൽ ഇങ്ങനെ വരുന്ന ഹീറോസ്. നിങ്ങൾ ആരാ, എന്താണ് സീൽ എന്ന് മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞു. ഹി വാസ് വെരി സെലസ്. പൗലോസ് സ്ലീഹ ഹി വാസ് വെരി സെലസ്. ഞാനീ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തുള്ളവർക്കെതിരായി എടുക്കുന്ന വാള് അകത്തുള്ളവർക്കെതിരായും എടുക്കും. സീൽ. അവ ഞാൻ പറഞ്ഞു, ശിമിയോന് ലേവിയുടെ വാളുകൊണ്ടാണ് ശെഖേമ്യർ കൊല്ലപ്പെടുന്നത്. പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത് മോശ മലയുടെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വരുമ്പോൾ കാളക്കുട്ടിയെ ആരാധിക്കുന്ന ആളുകളെ വെട്ടിക്കളയാൻ മോശ പറയുമ്പോൾ സ്വന്തം സഹോദരന്മാരാണ്. ആ സ്വന്തം സഹോദരന്മാർക്കെതിരെ വാളെടുത്തത് ലേവിയാണ്. ശെഖേമ്യരെ സംഹരിച്ച രക്തത്തിന്റെ കറ അപ്പോഴും ലേവിയുടെ വാളലുണ്ട്. ലേവിയരാണ് ഇറങ്ങി വെട്ടുന്നത്, സഹോദരന്മാരെ മുഴുവൻ വെട്ടിക്കൊല്ലുന്നത്. ഈ സഹോദരന്മാരെ, അതായത് യഹോവയോടുള്ള ഭക്തി നിമിത്തം സഹോദരന്മാരെ വെട്ടിക്കൊല്ലുകയാണ്. അപ്പൊ സഹോദരന്മാരെക്കാൾ അധികം യഹോവയെ സേവിക്കുകയാണ്. യഹോവ ഭക്തി കൊണ്ട് കണ്ണു കാണാതായി സ്വന്തം സഹോദരന്മാരെ വെട്ടിക്കൊല്ലാൻ ഒരു മടിയില്ല. അപ്പൊ അതിന്റെ റിവാർഡാണ് പൗരോഹിത്യം. മനസ്സിലായോ? ഇപ്പൊ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞാൽ അതാണ്. വാളെടുത്ത് വെട്ടുകയാണ്. അതാണ് എരിവ് എന്ന് പറയുന്നത്. അപ്പൊ പൗരോഹിത്യം പത്രോസ്ലീഹായ്ക്ക് കൊടുക്കുമ്പോ യേശുക്രിസ്തു ചോദിക്കുന്ന സെയിം ചോദ്യമാണ്. യേശു ചോദിക്കുന്നുണ്ടോ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 21, ശീമോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പം ലവ് ആൻഡ് ഡെഡിക്കേഷനാണ്, പക്ഷെ അത് എൻറ്റയർലി ഡിഫറെന്റ് പെർസ്പെക്റ്റീവാണ്. അവിടെ ഈ സ്നേഹം വർദ്ധിക്കുമ്പോ എന്തില്ല, കൊല്ലലില്ല. വാളെടുത്ത് വെട്ടിയായിരുന്നു ശീമോൻ ഗതസമനി വെച്ച്. അന്ന് യേശു കർത്താവ് പറഞ്ഞു വാള് ഉറയിലിടാൻ പറഞ്ഞു. പിന്നീട് കൊല്ലപ്പെടുകയാണ്. അപ്പൊ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ കൊല്ലുക എന്നുള്ള ഒരു തലമല്ല, മരിക്കുക എന്നുള്ളതാണ്. മശിഹായെ കാൺമാൻ കാക്ഷിച്ചോരു സാഹദർ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി. അപ്പൊ ഇത് മാറുകയാണ്. അത് മാറി വരുന്ന രംഗം നമുക്ക് പൗലൂസിന്റെ ജീവിതത്തിൽ കാണാൻ പറ്റും. പൗലൂസ് അവിടെ എന്തെല്ലാം ചെയ്തോ അതെല്ലാം താൻ അനുഭവിക്കുന്നുണ്ട്. സ്തെഫാനോസിനെ താൻ കല്ലെറിഞ്ഞെങ്കിൽ പിന്നീട് താൻ കല്ലേറുമല്ലോ. ലുസ്ത്രായിൽ ചെല്ലുമ്പോൾ താൻ കല്ലേറ് കൊള്ളുന്നുണ്ട്. താൻ ക്രിസ്ത്യാനികളെ തടവിലാക്കിയെങ്കിൽ താൻ പിന്നത്തതിൽ തടവിലാക്കപ്പെടുന്നുണ്ട്. നേരെ തിരിയുകയാണ്. അപ്പൊ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ ആ സീൽ എന്ന് പറയുന്നത് ഉപദ്രവങ്ങൾ സഹിക്കുക, കഷ്ടം സഹിക്കുക എന്നുള്ളതാണ് ആ സീൽ. നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. എങ്ങനെയാണ് സീൽ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ഈ 3 ഫീച്ചേഴ്സ് മനസ്സിലാക്കുക. ഈ 3ഉം കൂടെ ചേരുമ്പോഴാണ് ഒരുത്തൻ തികഞ്ഞ മതഭ്രാന്തനായി മാറുന്നത്. അങ്ങനെയുള്ള ഒരു തികഞ്ഞ മതഭ്രാന്തനായിരുന്നു പൗലോസ് ശ്ലീഹ. അദ്ദേഹം തന്റെ ആ ജീവിത അനുഭവങ്ങളെ, തന്റെ ആ സ്റ്റാറ്റസിനെയൊക്കെ താൻ പറയുന്നുണ്ട് എന്തായിരുന്നു എന്ന്. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനായിരുന്നു താൻ എന്ന് ഫിലിപ്പിയക്കാരൊക്കെ എഴുതുമ്പോൾ പറയുന്നുണ്ട്. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനായിരുന്നു. കൺസേണിങ് സീൽ പെർസിക്യൂട്ടിങ് ദ ചർച്ച്. കണ്ടോ? കൺസേണിങ് ദ സീൽ പെർസിക്യൂട്ടിങ് ദ ചർച്ച്. അപ്പം സീൽ നിമിത്തമാണ് താൻ സഭയെ ഉപദ്രവിച്ചത്. ഏത് സീലാണ്? ശിമയോനിലും ലേവിയിലും ഉണ്ടായിരുന്ന
ഫിനെഹാസിലുണ്ടായിരുന്ന, ഏലിയാവിലുണ്ടായിരുന്ന ആ സീലാണ്. അപ്പൊ ഈ സീല് പത്രോസ്ലീഹയിലുണ്ടായിരുന്നു. ആ സീലാണ് വെട്ടാൻ പ്രേരിപ്പിച്ചത്. ആ സീലിനെ എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. ഇപ്പം നമ്മൾ ഇപ്പം മെത്രാച്ചന്മാർ എഴുന്നള്ളി വരുമ്പോൾ പാടാറുണ്ട് ഏലിയ പോൽ ഉജ്ജ്വലനെ. അപ്പം ഏലിയ പോൽ ഉജ്ജ്വലനെ എന്ന് പറയുമ്പോൾ നമ്മളെ പലപ്പോഴും ഓർക്കും ഇത് ഇയാൾ വാളെടുത്ത് വെട്ടുവോ, എന്തായിരിക്കും ഉദ്ദേശം? മനസ്സിലായാൻ പറഞ്ഞു. ഏലിയ പോൽ ഉജ്ജ്വലനെ, അപ്പോ അല്ലെങ്കിൽ ഫിനെഹാസിന്റെ പ്രാർത്ഥന, ഇതൊക്കെ പറയുന്നത് അത് നേരെ എന്ത് ചെയ്യാണ്? ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിലേക്ക് പരാഫ്രൈസ് ചെയ്യുകയാണ്. ഈ പെർസ്പെക്റ്റീവിലാണ് ഇപ്പൊ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. സീൽ മാത്രമാണ് അഡാപ്റ്റ് ചെയ്യുന്നത്. സീൽ എന്ന് പറഞ്ഞാൽ കൊല്ലാനുള്ള സീലിനെ എന്ത് സീലാക്കി മാറ്റുകയാണ്? അപ്പം മരിക്കാനുള്ള സീലായിട്ട് മാറി. ഇതാണ് അതിന്റെ ഒരു ആശയം. പൗലോസ്ലീഹയുടെ കൺവേർഷൻ എന്ന് പറയുമ്പോൾ ഹെലനിസത്തിനെതിരായിട്ട് താൻ ഒരു ഉറച്ച സ്റ്റാൻഡ്. ഇപ്പം സിറിയൻസ് ജുദായിസത്തെ ഇൻഫിൽട്രേറ്റ് ചെയ്യുവാൻ, കറപ്റ്റ് ചെയ്യുവാൻ ശ്രമിച്ചു. അപ്പം സിറിയൻസിനെതിരായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സ്റ്റാൻഡാണ്. നിങ്ങൾ ഓർക്ക് സിറിയൻസ് എന്ന് പറയുമ്പോൾ ആരല്ലേ? സിറിയൻ ക്രിസ്ത്യാനികൾക്കെതിരെ. യെസ്, സിറിയൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ ഈ സുറിയക്കാരാണല്ലോ ഇവരുമായിട്ട് എതിർക്കുന്നത്. അപ്പൊ സിറിയൻസിന്റെ ഇൻഫ്ലുവൻസ് നിമിത്തം ജുദായിസത്തിന്റെ ആ ഡിസ്റ്റിങ്റ്റീവ്നെസ്സും പ്യൂരിറ്റിയും ഒക്കെ നഷ്ടപ്പെടുന്ന അവർ ഭയപ്പെട്ടിരുന്നു. മനസ്സിലായോ? അപ്പൊ അതിനെതിരെ ഈ തങ്ങളുടെ സമൂഹത്തിന്റെ രക്തശുദ്ധി നിലനിർത്താൻ അവർ ഒത്തിരി സ്ട്രൈവ് ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ജുദായിസം എന്ന പദം തന്നെ അങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്. ജുദായിസം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ആ പൈതൃക പാരമ്പര്യം, അതിന്റെ തനിമ ഒക്കെ നിലനിർത്താൻ ശ്രമിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് ജുദായിസം എന്ന് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെലനിസത്തിനെതിരായിട്ടും ഇവർ പോകണേ. എന്താണ് ഈ ഹെലനിസം എന്ന് പറഞ്ഞാൽ? ഈ ഗ്രീക്ക് വൽക്കരണമാണ്. ഗ്രീക്ക് ഭാഷ, സംസ്കാരം, ഇതിന്റെ കടന്നുകയറ്റമാണ്. അപ്പൊ അത് ആ ഒപ്പം ഗ്രീക്ക് ദേവന്മാർ, ഗ്രീക്ക് പുരാണങ്ങൾ, ഗ്രീക്ക് ഇതിഹാസങ്ങൾ, ഇതിന്റെ എല്ലാം സാംസ്കാരികമായ വലിയ സ്വാധീനം യഹൂദന്. ഇത് ഭയപ്പെട്ടിരുന്നു. ഇത് നമ്മളിപ്പോ ഏതൊരു സമൂഹത്തിനും ഉണ്ട്, അവരുടെ തനിമ നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഭയം. ആ ഒരു ഭയം ഇല്ലാത്ത നമ്മൾ മലയാളികൾക്ക്, വിശേഷിച്ച് സുറിയാനി ക്രിസ്ത്യാനികൾക്കാണ് ഒരു പ്രശ്നമില്ല. നമ്മുടെ തനിമയൊന്നും നമുക്ക് വിഷയമല്ല, അതൊക്കെ പോട്ട്, എന്തും നമ്മൾ കളയും, എന്തും നമ്മൾ സ്വീകരിക്കും, എന്തും ആയിത്തീരും. അപ്പൊ അങ്ങനെ ഒരു സൊസൈറ്റി അങ്ങനെ നിലനിൽക്കത്തില്ല. ഇവിടെ ഈ അമേരിക്കയിൽ ഞാൻ ഗുജറാത്തികളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു അമ്പലമുണ്ട്. അവിടെ ചെല്ലുന്ന സമയത്ത് ഇവിടെ ജനിച്ചു വളർന്ന പിള്ളേരൊക്കെ നല്ല ഗുജറാത്തി ഭാഷയിൽ ഈ ഡോളൊക്കെ വായിച്ച് നിലത്തിരുന്ന് ഭജന പാടുന്ന കാണാൻ പറ്റും. അവരങ്ങനെയാണ്. അവരുടെ ഭാഷ, സംസ്കാരം, ഭക്ഷണ രീതി, ഇതൊന്നും അവർ വിട്ടുകളയുന്നില്ല. ആ കമ്മ്യൂണിറ്റിയെ നിലനിർത്താൻ അവർ പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇന്ന് ഞാൻ കൊച്ചിനെ വിടാൻ സ്കൂളിൽ പോയപ്പം ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന 3-4 പെൺകുട്ടികൾ ജീൻസും ടോപ്പും ഇട്ടിരിക്കുന്നു. പക്ഷെ അവര് ഹിജാബ് ധരിച്ചാണ് നടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും മുതിർന്ന ഇത്രയും ഫ്രീഡം ഒക്കെ ഉള്ള രാജ്യത്ത് പോലും മുസ്ലിങ്ങള് തുർക്കികളാണ് ആ പെൺകുട്ടികൾ. എനിക്കറിയാം ഇവിടെ അടുത്ത് താമസിക്കുന്നത്. അപ്പൊ അവര് ഞാൻ നോക്കിയപ്പോൾ അവർ ഈ ഹിജാബ് ഇട്ട് നടന്നു പോവാണ്. അത് വിൽഫുള്ളി അവർ ഇട്ടുകൊണ്ട് പോകുന്ന, ഞാൻ നിർബന്ധിച്ചല്ല. സ്കൂളിൽ ഇപ്പൊ അതിടേണ്ട ആവശ്യമില്ല. ഇത്രയും സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത്, അല്ലെങ്കിൽ ഇത്രയേറെ അമേരിക്കനിസം ഇങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരാ എരിവ് നിമിത്തം അവരുടെ സാംസ്കാരിക തനിമയെ, അല്ലെ മതപരമായ തനിമയെ നിലനിർത്താൻ അവർ ശ്രമിക്കുകയാണ്. അപ്പൊ എല്ലാ കമ്മ്യൂണിറ്റിയിലും അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെ നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും നിലനിർത്തണം എന്നുള്ള ഒരു വാഞ്ച സ്വാഭാവികമായിട്ടും. തീരെ ഇൻഫീരിയർ കമ്മ്യൂണിറ്റികൾക്ക് അതില്ല. അവരെങ്ങനെ അത് ഇല്ലാണ്ടാക്കിയിട്ട് മറ്റെവിടെയെങ്കിലും ലയിക്കണമെന്ന് ചിന്തിക്കും. അപ്പൊ ഇൻഫീരിയോറിറ്റി വരുന്ന ആളുകളാണ് ഒട്ടും സീലില്ലാത്ത ആയിപ്പോകുന്നത്. കാരണം നമ്മുടെ ഇത് കൊള്ളത്തില്ല, നമുക്ക് വേറെ ഇച്ചിരി മെച്ചപ്പെട്ട വിവാഹമൊക്കെ കഴിച്ച് നമ്മുടെ ഈ ജാതീയമായ ഈ മാർക്കിങ്സിനെ മായ്ച്ചു കളയണം എന്ന് ചിന്തിക്കാറുണ്ട്. രണ്ട് രീതിയിലുണ്ട്. അഭിമാനിക്കുന്നവരാണ്, അതിനെ അഭിമാനികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഈ ഹെലനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രീക്ക് വൽക്കരണമാണ്. അപ്പൊ ഹെലനൈസ്ഡ് ആയിട്ടുള്ളതിനെയൊക്കെ എതിർക്കുന്ന ഒരു രീതിയായിരുന്നു ഈ പൗലോസ്ലീഹായ്ക്കുണ്ടായിരുന്നത്. ഹെലനൈസ്ഡ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ
ഈ ഹെലനൈസ്ഡ് ജൂസ് ആണ് ആദ്യം ക്രിസ്ത്യാനിറ്റിയെ സ്വീകരിക്കുന്നത്. വളരെ വേഗം. കാരണം അവർക്ക് ക്രൈസ്റ്റ് എന്നുള്ള ആശയം വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി. സ്തെഫാനോസ് ഒരു ഹെലനൈസ്ഡ് ജൂ ആയിരുന്നു. സ്തെഫാനോസ് കൊല്ലപ്പെടുകയാണ് പൗലൂസിന്റെ കൈകളാൽ. പൗലൂസ് ലിറ്ററലി അറിഞ്ഞില്ലെങ്കിലും അദ്ദേഹമാണ് അതിന് മേൽനോട്ടം വഹിച്ചത്. പിന്നീട് പൗലൂസ് ശ്ലീഹ ആ ദമസ്കസിന്റെ പടിവാതിൽക്ക് വെച്ചുള്ള തന്റെ എക്സ്പീരിയൻസ് ക്രൈസ്റ്റ് ഈവന്റ് സംഭവിക്കുകയാണ്. ക്രൈസ്റ്റ് ഈവന്റ് സംഭവിക്കുമ്പോൾ താൻ അവിടെ രൂപാന്തരപ്പെടുകയാണ്. അവിടെയാണ് താൻ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നത്. ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഈ ക്രിസ്തുവിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് പൗലോസ് ശ്ലീഹായുടേത് മാറി എന്നുള്ളതാണ്. അതായത് ക്രിസ്തു ഒരു കള്ളനാണ്, അല്ലെങ്കിൽ തട്ടിപ്പുകാരനാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള ബോധ്യത്തിലേക്ക് താൻ മാറി എന്നാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. പക്ഷേ പൗലൂസിന്റെ മാനസാന്തരത്തിന് രണ്ട് തലമുണ്ട്. ക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാത്രമല്ല, ന്യായപ്രമാണത്തോടുള്ള മനോഭാവം, ന്യായപ്രമാണത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാട് പൗലൂസിലേക്ക് ടോട്ടലി മാറി. ഇതാണ് നമ്മൾ ഈ പൗലൂസിന്റെ കൺവേർഷനിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അതായത് ന്യായപ്രമാണത്തോടുള്ള എരിവ് എത്രമാത്രം ഉണ്ടായിരുന്ന ആളാണ് പൗലോസ് ശ്ലീഹ. അപ്പൊ ഒരു സെലസ് പ്രാക്ടീഷണർ ഓഫ് ദ ലോയ് എന്നുള്ള ഒരു സ്റ്റാറ്റസിൽ നിന്ന് തന്റെ അനുയായികളെ ന്യായപ്രമാണത്തിന്റെ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരാളായിട്ട് പൗലോസ് ശ്ലീഹ മാറി. അത് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മാറ്റം. അപ്പൊ കൺവേർഷൻ ഓഫ് പോൾ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോടുള്ള മനോഭാവം, അല്ലെ യേശുവിനെ അറിഞ്ഞു എന്നുള്ളതല്ല. യേശുവിനെ അറിഞ്ഞു, യേശുവിനെ കുറിച്ചുള്ള മുൻധാരണകൾ മാറി, അതുണ്ട്. പക്ഷെ അതോടൊപ്പം ന്യായപ്രമാണത്തോടുള്ള മനോഭാവമാണ് അട്ടപടലെ മാറി. അപ്പൊ നമ്മൾ ഈ കൺവേർഷൻ ഓഫ് പോൾ പഠിക്കുമ്പോൾ ഈ ടു ഫോൾഡ് കൺവേർഷൻ ആണ് സംഭവിച്ചത്. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ ഇടയിലുള്ള പലർക്കും ഈ ഇപ്പം ഞാൻ പറഞ്ഞ ഇന്നത്തെ മോഡേൺ ക്രിസ്ത്യൻസിൽ പലർക്കും പൗലൂസിന്റെ കൺവേർഷൻ മനസ്സിലായിട്ടില്ല. പൗലൂസ് ഉപേക്ഷിച്ചതിനെയാണ് പലരും പുൽകുന്നിപ്പോൾ. ഞാൻ പറഞ്ഞു പൗലൂസ് എന്തായിരുന്നു എന്നത് ഞാൻ മനസ്സിലാക്കാനാണ് അദ്ദേഹത്തിന്റെ സീലിനെ പറ്റി പറഞ്ഞു. ആ സീല് കൊണ്ട് നടന്ന പൗലോസ് ശ്ലീഹ ഇപ്പൊ എന്ത് ഇരിക്കുകയാണ് നോക്ക്. ഇപ്പൊ ഗലാത്യക്കാർക്ക് എഴുതി നോക്ക്. സ്റ്റാൻഡ് ഫാസ്റ്റ് therefore in the liberty wherewith Christ has made us free and be not entangled again with the yoke of bondage. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പി, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലൂസായ ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്ക, ആണെങ്കിലും ഗൗരവം വരുന്നുണ്ടോ? സ്വന്തം പേരൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുള്ള പൗലൂസായ ഞാൻ. ഇനി വേറെ ആരെങ്കിലും എഴുതിയാണെന്ന് ഭാവിയിൽ മിസ്കോട്ട് ചെയ്യപ്പെടാതിരിക്കാൻ പൗലൂസായ ഞാൻ നിങ്ങളെ വാൺ ചെയ്യും. പൗലൂസായ ഞാൻ എന്ന് അദ്ദേഹം പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അത് 1-ാം അധ്യായത്തിൽ, ആ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. യഹൂദ മതത്തെ സംബന്ധിച്ച് എന്റെ മുമ്പിലത്തെ നടപ്പിനെ പറ്റി നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, ക്രിസ്തീയ സഭയെ ഉപദ്രവിച്ച് മുടിച്ചുകൊണ്ടിരുന്നു. അത്രമാത്രം സീലോടുകൂടെ യഹൂദ ന്യായപ്രമാണത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ഇന്ന് ആ ന്യായപ്രമാണത്തെ പൗലോസ് ശ്ലീഹ കാണുന്ന അടിമ നുകമായിട്ടാണ്. ഇതാണ് ന്യായപ്രമാണത്തോടുള്ള മനോഭാവം മാറി എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് കൺവേർഷൻ. ഈ മാനസാന്തരപ്പെടുവീൻ എന്ന് ബൈബിളിൽ നിങ്ങൾ കാണുമ്പോൾ മാനസാന്തരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മാനസാന്തരം എന്ന് പറഞ്ഞാൽ ബീഡി വലി നിർത്തുന്നതല്ല. നമ്മുടെ ഇവിടെ എത്രയോ വില കുറഞ്ഞ പ്രസംഗം എന്നറിയോ കേരളത്തിൽ നടക്കുന്നത്.
മാനസാന്തരം വേഗം എന്നൊക്കെ പറഞ്ഞ് കരിസ്മാറ്റിക്കിലൊക്കെ ചില വളരെ ഭംഗിയിൽ പാട്ട് പാടും. ഇല്ല, ഞാൻ പിന്നെ പോട്ടയ ആശ്രമത്തിലൊക്കെ ധ്യാനത്തിന് പോയിട്ടുണ്ട്. അന്നേരത്തേനും അവിടെ ഫ്രണ്ടിൽ ഒരു ബക്കറ്റ് വെച്ചിട്ട് ആളുകൾ സിഗരറ്റൊക്കെ കൊണ്ട് ഇടണം. അവരുടെയിലുള്ള സിഗരറ്റ്, ബ്രാൻഡി കുപ്പി ലൈനായിട്ട് നിന്നിട്ട് ഇവരിങ്ങനെ കൊണ്ട് ഇടുന്ന സമയത്ത് അവിടെ ഇങ്ങനെ മൃദുവായ ശബ്ദത്തിൽ കീബോർഡൊക്കെ വായിച്ച് ഇങ്ങനെ വളരെ ഇമ്പമായിട്ട് ഇങ്ങനെ പാടും, മാനസാന്തരപ്പെടും. മാനസാന്തരം ഇനിയും നിങ്ങൾ മാറ്റിവെക്കരുതേ, മാറ്റിവെക്കരുതേ. ഈ മാനസാന്തരം എനിക്കറിയത്തില്ലേ, കത്തോലിക്ക അച്ഛന്മാരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവർ, അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെയൊക്കെ സെമിനാരികളൊന്നും മോശമൊന്നുമല്ല, അവരൊന്നും പഠിക്കാത്തവർ, അറിയാത്തവർ. അവർക്ക് ഇതൊക്കെ അറിയാം, എന്താണ് ഇതിന്റെ അർത്ഥം എന്നറിയാം. പക്ഷെ ആളുകളെ വഞ്ചിക്കും. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാ. അത് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ഒന്നുമല്ല, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞാന്ന് പറഞ്ഞു, മാക്കിയവല്ലി പറഞ്ഞു, ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുന്നു അല്ലേ. എൻ ജസ്റ്റിഫൈസ് ദ മീൻസ്. ഇപ്പൊ കത്തോലിക്ക അച്ഛന്മാരുടെ ന്യായീകരണം അതായിരിക്കും. പക്ഷേ ജനത്തെ തെറ്റിക്കാണ്. ഇതൊന്നുമല്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തോടുള്ള മനോഭാവത്തിന്റെ മാറ്റമാണ്. ന്യായപ്രമാണത്തോടുള്ള ഇത് ശരിയായ വിധത്തിൽ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും യഹോവ ഭക്തന്മാരായിട്ട് മെത്രാൻ വരെ മാനസാന്തരം വന്നിട്ടില്ല. മെത്രാൻ പോലും ഇപ്പോഴും പേന എടുത്ത് എഴുതിക്കൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? മാനസാന്തരപ്പെടാത്ത മെത്രാൻ. എന്താണ് മാനസാന്തരം? യഹൂദ മതത്തോടുള്ള മനോഭാവം മാറുന്നതിനെയാണ് മാനസാന്തരം എന്ന്. ഞാൻ പൗലുസ്ലിയയ്ക്ക് സംഭവിച്ചു. പൗലുസ്ലിയ പറയാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ന്യായപ്രമാണത്തുള്ള തീഷ്ണ നിമിത്തം സഭയെ ഉപദ്രവിച്ചവൻ, ഗമാലിയലിന്റെ കാൽ കീഴിൽ ഇരുന്ന് പഠിച്ചവൻ. ഈ പൗലുസ്ലിഹ പറയാണ്, ഇത് അടിമതുകമാണ്. അപ്പൊ അവിടെയാണ് ആ ചേഞ്ച് വരുന്നത്. പൗലുസ്ലിഹ പറയാണ്, ഇത് ഐ വാസ് എക്സീഡിംഗ്ലി സെലസ് ഫോർ മൈ ആൻസെസ്ട്രൽ ട്രഡീഷൻസ് എന്ന് നമ്മൾ ഗലാത്യർ 1:14 വായിച്ചേ. അത്രമാത്രം ഞാൻ എൻ്റെ പിതൃപാരമ്പര്യം സംബന്ധിച്ച് എൻ്റെ നടപ്പിൽ എരിവുള്ളവനായിരുന്നു അല്ലെ. സോ ഫാർ ആസ് റൈറ്റസ്നെസ് ദ ലോ വാസ് കൺസേൺഡ് ബ്ലെയിംലെസ്, ഫിലിപ്പിയ 3 നമ്മൾ വായിച്ചേ. അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ ആ ടേൺ അറൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫിലിപ്പിയ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, തന്റെ ആ ക്രെഡൻഷ്യൽസ് ഓഫ് പോൾ. മിക്കവാറും ഞാൻ ലൈവിലൊക്കെ പറയുന്നതാണ്. എനിക്ക് ഈ പൗലുസ്ലിഹയുടെ ലൈഫ് ഇഷ്ടമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്രെഡൻഷ്യൽസ് അദ്ദേഹം പറയുന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ കേട്ടോ. ഈ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. ആ ക്രെഡൻഷ്യൽ തുടങ്ങുന്ന ഇവിടെയാണ്. പക്ഷെ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കാരും ജഡത്തിൽ ആശ്രയിക്കുന്നത് തോന്നിയാൽ എനിക്ക് അധികം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായത്തിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, concerning the seal, persecuting the church, touching the righteousness which is in the law, I am blameless, I was blameless. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയും, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. But what things were gained to me, those I counted loss for Christ. ഇതാണ് മാനസാന്തരം എന്ന് പറഞ്ഞാൽ, ഗെയിൻ ആയിരുന്നു അല്ല ലോസ് എന്ന്. മനസ്സിലായോ? യഹോവയുടെ ന്യായപ്രമാണം കൺവേർഷൻ ഓഫ് പോൾ. ഇതാണ് പൗലൂസിന്റെ കൺവേർഷൻ. ആ ന്യായപ്രമാണത്തിലുള്ള മനോഭാവം അട്ടപടലെ മാറി. അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്ന് അദ്ദേഹം അതാണ് ശ്വസിച്ചുകൊണ്ടിരുന്നത്. ന്യായപ്രമാണമാണ് ഓരോ നേരവും ശ്വസിച്ചുകൊണ്ടിരുന്നത്. അത്രമാത്രം ന്യായപ്രമാണത്തോട് ഡെഡിക്കേറ്റഡ് ആയിരുന്ന, സീലുണ്ടായിരുന്ന പോൾ ഇപ്പോൾ എന്ത് ചെയ്യാണ്? എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ക്രിസ്തു നിമിത്തം ഞാൻ ക്ഷേത്രമെന്ന്. ലാഭമായിരുന്നു ഒക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. ഇപ്പൊ നമ്മുടെ പൗലൂസിന്റെ ആ
ഇതേക്കുറിച്ച് പറയുന്നത്. ഇനി സീലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പോയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോ സംശയം വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതുകൂടി ഒന്ന് വ്യക്തമാക്കിയിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ സീല് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഏലിയാവിന്റെ സീല്, ശിമയോന്റെ, ലേവിയുടെ, ഫിനെഹാസിന്റെ ഒക്കെ പറഞ്ഞു. മറ്റുള്ളവരെ കൊന്നു അല്ലേ? ഈ സീല് മാത്രം ഉണ്ടായ പോരാ. ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോ ഈ സീല് നോളജിനോട് ചേർക്കുകയാണ്. സീൽ വിത്ത് നോളജ് എന്ന് പറഞ്ഞാൽ പരിജ്ഞാനവും എരിവും കൂടെ ബ്ലെൻഡ് ചെയ്യപ്പെടുകയാണ്. അതാണ് നമ്മുടെ ആദിമ വിശ്വാസ സമൂഹത്തിന് കിട്ടിയ ബ്ലെസ്സിങ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഞങ്ങളുടെ മകുടം എന്നും നിലനിൽക്കും. ഏതായി സഹോദരന്മാരെ കുറിച്ച് നമ്മൾ പാടുമ്പോൾ, ലോകം താത സഹോദരർ ജാതിയതും തറവാടും ആകെയുപേക്ഷിച്ചേശുവിനായി മരണം സ്നേഹിച്ച സഹദേന്മാരെ സദാ. ഇപ്പൊ ഗീവറീസ് റോമൻ പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു, ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു വളരെ എളുപ്പം ഒരു സായുധ കലാപമൊക്കെ അവിടെ സംഘടിപ്പിക്കാൻ പറ്റുമായിരുന്നു. കാരണം റോമിൽ തന്നെ ഓരോ സൈനിക ഉദ്യോഗസ്ഥന്മാരും ഓരോ ഡിവിഷൻസുമായിട്ട് പ്രദേശങ്ങളുടെ ഭരണം പിടിച്ചെടുക്കുന്ന കാലഘട്ടമായിരുന്നു. നമുക്കറിയാം, 10ഉം 12ഉം ഭൂപ്രദേശങ്ങൾ 10ഉം 12ഉം സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലൊക്കെ ഭരിക്കപ്പെട്ട കാലഘട്ടമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കലാപക്കൊടി ഉയർത്താനോ സായുധ സമരത്തിന് മുതിരാനോ ഒന്നും അദ്ദേഹം തയ്യാറായില്ല. മറിച്ച് പാസീവായിട്ട് കൊല്ലപ്പെടുകയായിരുന്നു. വിസ്താരത്തെയും വിധിയെയും സ്വീകരിച്ചുകൊണ്ട് കൊല്ലപ്പെടാൻ വേണ്ടി ഏൽപ്പിക്കുക. ഇവിടെയാണ് ഈ ക്രിസ്ത്യൻ പരിജ്ഞാനം എന്ന് പറയുന്നത്. ഇത് പൗലോസ്ലീഹയുടെ ഒരു ലേഖനത്തിൽ നമുക്ക് ഇതിനെപ്പറ്റി ഒരു സൂചന കിട്ടും. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. ഫോർ ഐ ബിയർ ദം റെക്കോർഡ് ദാറ്റ് they have a seal of God but not according to knowledge. ഇതൊരു ദുസ്ഥിതിയാണ്. എരിവുണ്ട്, പക്ഷെ വിവരമില്ല. അതിനാണ് പരിജ്ഞാനമില്ലാത്ത എരിവ് എന്ന് പറയും. പരിജ്ഞാനമില്ലാത്ത എരിവ്. പലർക്കും നമുക്ക് കാണാം ആവേശം കയറി ഇങ്ങനെ ഓരോന്ന് പ്രസംഗിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ 2-3 പേരുടെ പ്രസംഗം കണ്ടിങ്ങനെ സോഷ്യൽ മീഡിയ കൂടെ സർക്കുലേറ്റ് ചെയ്ത് വന്ന ഭയങ്കര എരിവാണ്. പക്ഷേ നമ്മുടെ ഈ ശങ്കരാടി പറയുന്നല്ലേ, വട്ടപൂജ്യം, വകതിരിവ് വട്ടപൂജ്യം എന്ന് പറയുന്നത് ഭയങ്കര എരിവാണ്. എരിവ് മൂത്ത് അങ്ങ് പ്രസംഗിക്കുകയാണ്. വേണ്ടി വന്നാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. എന്നാ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല. എന്തിനാ ഈ ചെയ്യും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത്? ചെയ്ത് കാണിക്കണം അല്ലേ? അതല്ലേ വേണ്ടി. അപ്പൊ പരിജ്ഞാനമില്ലാത്ത എരിവ് പരിഹാസ്യമായി തീരത്തുള്ളൂ. വെറുതെ എരിവ് കാണിച്ചിട്ട് ആവശ്യമില്ല, പരിജ്ഞാനം വേണം. പൗലോസ് പറയാണ് പരിജ്ഞാനമില്ലാത്ത എരിവ്. അപ്പൊ പരിജ്ഞാനത്തോട് കൂടിയ എരിവാണ് നമ്മുടെ സഹോദരന്മാർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ മശിഹായെ കാണുവാൻ കാംക്ഷിച്ചോരു സഹോദർ വാള ചിറകുകൾ പൂണ്ടുന്നത പദമേറി. ഒരു പരിജ്ഞാനം അവരിലേക്ക് പോകും. നമ്മൾ ഇവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കൺവേർഷൻ ഓഫ് പോൾ ആണ്. കൺവേർഷൻ ഓഫ് പോൾ എന്ന് പറഞ്ഞാൽ യേശു എന്ന ആ വ്യക്തിയെ സംബന്ധിക്കുന്ന മുൻധാരണകൾക്ക് മാറ്റം വന്നു എന്നുള്ളതാണ് പലപ്പോഴും പൗലോസിന്റെ ഒരു കൺവേർഷന്റെ ഒരു സാലിയൻ ഫീച്ചറായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു 2-fold ഫീച്ചർ ഉണ്ട് അവിടെ. എന്താണ് കൺവേർഷൻ ഓഫ് പോൾ? ഒന്ന്, യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ധാരണകൾക്ക് മാറ്റം വന്നതിനോടൊപ്പം ന്യായപ്രമാണത്തെ സംബന്ധിക്കുന്ന ധാരണ തൻ്റെ തകിടം മറിഞ്ഞു. ന്യായപ്രമാണത്തോടുള്ള മനോഭാവം മാറി. ന്യായപ്രമാണം നല്ലത്, ശ്രേഷ്ഠം, വിശുദ്ധം എന്നൊക്കെ പറയുന്ന പൗലോസ്ലീഹ ന്യായപ്രമാണം അടിമനുഖമാണ് എന്ന് മനസ്സിലാക്കി. എന്നിട്ട് തൻ്റെ വിശ്വാസികളെ വാൺ ചെയ്യാണ്, ഒരു കാരണവശാലും അതിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. കണ്ടോ, ന്യായപ്രമാണത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാട് മാറും. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല എന്ന് താൻ എഴുതി വെക്കുകയാണ്. അപ്പൊ ഇതാണ്
പൗലൂസിന്റെ കൺവേർഷന്റെ ഏറ്റവും കീ പോയിന്റ്. അപ്പം നമ്മൾ മാനസാന്തരപ്പെട്ട ആളുകൾക്ക് യഹൂദ മതത്തോടും യഹൂദ സമ്പ്രദായത്തോടും യഹൂദ ന്യായപ്രമാണത്തോടും ഉള്ള മനോഭാവം പൗലൂസിന്റെ മനോഭാവം. അതാണ് ഞങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്, നിങ്ങളും അങ്ങനെയാകണം എന്ന് പൗലൂസ്ലിയ പറഞ്ഞു. അപ്പൊ ഈ ഒരു മനസ്സ് ഏതാണ്? സ്വാതന്ത്ര്യത്താൽ ത്രസിക്കപ്പെടുന്ന ആ മനസ്സ്, ആ മനസ്സിനെ അറ്റൈൻ ചെയ്യുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. മാനസാന്തരപ്പെട്ടിട്ട് വേണം ദൈവരാജ്യത്തിൽ വിശ്വസിക്കുക. മാനസാന്തരപ്പെടാതെയുള്ള വിശ്വാസം കൊണ്ട് വിശേഷമില്ല. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക, അതായിരുന്നല്ലോ പ്രധാനപ്പെട്ട ആഹ്വാനം. ആ മാനസാന്തരം എന്താണെന്ന് നമ്മൾ പൗലൂസിന്റെ ലൈഫിൽ കാണുകയാണ്. പൗലൂസിന്റെ ലൈഫ് ആൻഡ് ഡോക്ട്രിൻ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് അദ്ദേഹത്തിന്റെ മാനസാന്തരം. ആ മാനസാന്തരത്തിൽ യേശു എന്ന പേഴ്സണോടുള്ള മനോഭാവം മാറി, യേശു എന്ന പേഴ്സണിനെ സംബന്ധിക്കുന്ന ധാരണകൾ മാറി. ആ ഒപ്പം തന്നെ ന്യായപ്രമാണത്തെ സംബന്ധിക്കുന്ന ധാരണയും മാറി, ന്യായപ്രമാണത്തോടുള്ള മനോഭാവം മാറി. ഇന്ന് പല ആളുകളും ക്രിസ്ത്യാനികള് ന്യായപ്രമാണത്തോടുള്ള ധാരണ ഒരു യഹൂദന്റെ ധാരണയാണ്. ന്യായപ്രമാണത്തോടുള്ള മനോഭാവം ഒരു യഹൂദന്റെ മനോഭാവമാണ്. ഒരു യഹൂദന്റെ മനോഭാവത്തോടെ, യഹൂദന്റെ ധാരണയോടെ ന്യായപ്രമാണ പുസ്തകത്തെയും അതിലെ വാക്യങ്ങളെയും ഹോൾഡ് ചെയ്തിട്ടാണ് പലപ്പോഴും യേശുവിനെ പ്രസംഗിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു ദുരന്തമാണ്. ഈ ദുരന്തമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നത്. ഈ ദുരന്തത്തിനെതിരെയാണ് ഗ്ലോറിയസ് ഗോസ്പൽ സംസാരിക്കുന്നത്. എന്താണ്? കാരണം പൗലോസ്ലീഹ എന്താണ് കണ്ടത്, എന്താണ് അറിഞ്ഞത്, എന്താണ് പറഞ്ഞത്, അത് കൃത്യമായിട്ട് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. സോ പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ പ്രാർത്ഥനകൾ നമുക്ക് കോട്ടയായിരിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.